രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി ദുരിതബാധിതരെ സന്ദർശിക്കും. പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി. കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒപ്പമുണ്ട്. ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും. ജൂലൈ 31 ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാത്തതിനാൽ അനുമതി ലഭിച്ചിരുന്നില്ല. തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു. മൂന്നാം ദിവസവും ചാലിയാറിൽ തിരച്ചിൽ തുടരുന്നു. ഇന്ന് മാത്രം ലഭിച്ചത് 7 ശരീരഭാഗങ്ങൾ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്കായി ചാലിയാർ പുഴയിൽ മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നു. 7 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. 3 ദിവസങ്ങളായി 54 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത്. 85 ശരീരഭാഗങ്ങൾ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി. ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. 74 മൃതദേഹങ്ങളാണ് ഇതുവരെ വയനാട്ടിലേക്ക് മാറ്റിയത്. ഇതിൽ 270ഓളം പേരിൽ 131 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെയോടെ പൂർത്തീകരിച്ചു. ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. കോഴിക്കോട് മടപ്പള്ളിയിൽ വിദ്യാർത്ഥിനികളെ ഇടിച്ചു തെറിപ്പിച്ച സ്വകാര്യ ബസ്സിനെതിരെ നടപടി. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 3 വിദ്യാർത്ഥിനികളെ ഇടിച്ചു തെറിപ്പിച്ച സ്വകാര്യ ബസ്സിനെതിരെ നടപടി. 47 ലൈറ്റുകൾ അനധികൃതമായി കണ്ടെത്തിയെന്നും ഓരോന്നിനുമായി 5000 രൂപ വീതം പിഴ ഈടാക്കിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയെന്നും വാഹനം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതായും അധികൃതർ അറിയിച്ചു. നടപടികൾ വിശദീകരിക്കാൻ വടകര ആർടിഒയും കൊയിലാണ്ടി ആർടിഒയും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. റോഡുകളുടെ നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. വിദ്യാർത്ഥികൾക്ക് പതിവായി ലഹരി എത്തിച്ചു നൽകുന്നു. രഹസ്യ വിവരത്തിൽ മിന്നൽ പരിശോധന. പ്രതിപിടിയിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 7.73 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന ചെറുനുന്നിയൂർ താന്നിമൂട് ലക്ഷം വീട്ടിൽ ഉമേഷാണ് അറസ്റ്റിലായത്. ഇയാൾ പതിവായി വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പനക്കാർക്കും ലഹരി എത്തിച്ചു നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇൻസ്പെക്ടർ TR മുകേഷ് കുമാറിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. മഴ തുടരുന്നു. സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴയും കാറ്റും വെള്ളക്കെട്ടും തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിക്കുന്നതിനാലും തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ നടപടിയുടെ ഭാഗമായി അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. വിലങ്ങാട് ഉരുൾപൊട്ടൽ. കാണാതായ റിട്ടയർഡ് അധ്യാപകന്റെ മൃതദേഹം കണ്ടെത്തി. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ റിട്ടയർഡ് അധ്യാപകൻ മാത്യു എന്ന മത്തായിയുടെ മൃതദേഹം കണ്ടെത്തി. 60 വയസ്സായിരുന്നു. ലോഡിംഗ് തൊഴിലാളികളും റെസ്ക്യൂ ടീമും നടത്തിയ പരിശോധനയിലാണ് അപകട സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത്. കഴിഞ്ഞ രാത്രിയാണ് കോഴിക്കോടിന്റെ വടക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടും സമീപ സ്ഥലങ്ങളായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, കുറ്റല്ലൂർ, പന്നിയേരി പ്രദേശങ്ങളിൽ തുടർച്ചയായി 9 തവണ ഉരുൾപൊട്ടി. ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയതായിരുന്നു കുളത്തിങ്കൽ മാത്യു എന്ന മത്തായി.